ദൈവത്തിൻ്റെ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, എല്ലാവരും ദൈവകൃപയാൽ സുഖമായിരിക്കുന്നുവെന്ന് കർത്താവിൽ വിശ്വസിക്കുന്നു. കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പീൻ എന്ന് ഞാൻ പിന്നെയും നിങ്ങളോട് പറയുന്നുവെന്ന് പൗലോസ് നമ്മെ ഓർപ്പിക്കുന്നുണ്ട്. എന്നാൽ എപ്പോഴും സന്തോഷിക്കുവാൻ കഴിയുമോ? അതൊരു പ്രസക്തമായ ചോദ്യമാണ്. പലപ്പോഴും നാം ആഗ്രഹിക്കുന്നത് പോലെ കാര്യങ്ങൾ നടക്കാതെ വരുമ്പോൾ സന്തോഷിക്കണമെന്ന് നാം ആഗ്രഹിച്ചാൽ നമ്മുടെ ഹൃദയത്തിൽ വേദനയും പ്രയാസമൊക്കെ ഉണ്ടായിരിക്കാം. മുഖം എന്തായാലും മനസ്സിൻ്റെ കണ്ണാടിയാണെന്നാണ് ബൈബിളും പറയുന്നത്. നമ്മുടെ ഹൃദയത്തിൽ എന്താണോ നാം അനുഭവിക്കുന്നത് അത് മുഖത്ത് പ്രകടമാകും. ഹൃദയത്തിൽ സന്തോഷമാണെങ്കിൽ സന്തോഷം മുഖത്ത് അലയടിക്കും. ഹൃദയത്തിൽ ദുഃഖമാണെങ്കിൽ ആ ദുഃഖം മുഖത്ത് തളം കെട്ടിക്കിടക്കും. അതിന് യാതൊരു സംശയവുമില്ല. ഇത്ര നാളും ഞാൻ പ്രാർത്ഥിച്ചിട്ടും എനിക്ക് ഒരു മറുപടി ഇതുവരെ കിട്ടിയില്ലല്ലോ എന്ന് ഓർത്ത് ദുഃഖിക്കുന്നവരുണ്ടെന്ന് ഞാനും മനസ്സിലാക്കുന്നു. എന്നാൽ 30-ാം സങ്കീർത്തനത്തിൽ അതിൻ്റെ 11-ാമത്തെ വാക്യത്തിൽ ദാവീദ് പറയുന്നു, നീ എൻ്റെ വിലാപത്തെ എനിക്ക് നൃത്തമാക്കി തീർത്തു, എൻ്റെ രട്ട് നീ അഴിച്ച് എന്നെ സന്തോഷം ഉടുപ്പിച്ചിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ദാവീദ് പറയുന്നത് നീ എൻ്റെ വിലാപത്തെ എനിക്ക് നൃത്തമാക്കി തീർത്തു എന്നാണ്. അതുവരെ സങ്കീർത്തനക്കാരനായ ദാവീദ് പല വിഷയങ്ങൾക്ക് വേണ്ടിയും ദൈവസന്നിധിയിൽ ഞരങ്ങി നിലവിളിച്ചുകൊണ്ടിരിക്കുന്ന അനുഭവമായിരുന്നു. കർത്താവേ, ഇതിൽ നിന്നൊരു മോചനം എനിക്ക് എപ്പോൾ ലഭിക്കും? ഈ പ്രശ്നത്തിനൊരു പരിഹാരം എപ്പോൾ ഉണ്ടാകും? എന്നെ ഈ അവസ്ഥയിൽ നിന്ന് ആര് രക്ഷിക്കും? തുടങ്ങിയ ധാരാളം ചോദ്യങ്ങൾ ദാവീദിനോടൊപ്പം മനുഷ്യരായ നാമും ചോദിക്കാറുണ്ട്. അതാർക്കും നിഷേധിക്കാൻ കഴിയാത്ത കാര്യമാണ്. ഇതാ, കരഞ്ഞുകൊണ്ട്, നിലവിളിച്ചുകൊണ്ട്, ദുഃഖിച്ചുകൊണ്ട് ദൈവസന്നിധിയിലിരിക്കുന്ന ഒരു ദൈവ പൈതലിനെ ദൈവം കടാക്ഷിക്കാതെ കൈവിടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ചിലപ്പോൾ നമ്മുടെ മറുപടി അല്പം താമസിച്ചു എന്ന് വന്നേക്കാം. നാം പ്രതീക്ഷിക്കുന്നത് പോലെ കാര്യങ്ങൾ നമ്മുടെ വരുതിക്ക് വന്നില്ല എന്ന് സംഭവിച്ചേക്കാം. എന്നാലും അനുഗ്രഹിക്കപ്പെട്ട ഒരു മറുപടി നമുക്ക് ലഭിക്കും. അതല്പം വൈകിയാലും അതിനുവേണ്ടി കാത്തിരിക്കണമെന്നാണ് ദൈവത്തിനെ ഓർപ്പിക്കുന്നത്. ഒരു കാര്യം ഞാൻ പ്രിയപ്പെട്ടവരോട് പറയട്ടെ, നമുക്ക് പ്രാർത്ഥിക്കുന്നത് പോലെ ഒരു മറുപടി അല്പം വൈകിയാണ് ലഭിക്കുന്നതെങ്കിൽ ആ വൈകുന്നതിന് പിന്നിൽ ദൈവത്തിനെന്തോ വലിയ ഉദ്ദേശമുണ്ട്. നാം ആഗ്രഹിക്കുന്നതിനേക്കാൾ ഏറ്റവും ശ്രേഷ്ഠമായ രീതിയിൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുവാനാണ് അങ്ങനെ താമസിപ്പിക്കുന്നതെന്ന് ചിന്തിക്കുന്നതാണ് നമുക്ക് ഏറ്റവും ഉചിതം. ഇതാ, ദാവീദിൻ്റെ വിലാപത്തെ ദൈവം നൃത്തമാക്കി തീർത്തു എന്ന് പറഞ്ഞാൽ, കരഞ്ഞുകൊണ്ട് ദൈവസന്നിധിയിൽ ഇരുന്നിരുന്ന ഇത്രയും നാളും വേദനയോട് നടന്നിരുന്ന ദാവീദ് ഇപ്പോൾ ഡാൻസ് ചെയ്യുകയാണ്. എന്ന് പറഞ്ഞാൽ ഹൃദയത്തിൽ സന്തോഷം അലയടിച്ചു വരുമ്പോൾ അവൻ്റെ ജീവിതത്തിൽ തന്നെ അത് പുറമെ പ്രകടമാക്കുന്ന പ്രക്രിയയാണല്ലോ ഡാൻസ്. നൃത്തം ചെയ്യാൻ കഴിയുക എന്ന് പറഞ്ഞാൽ മനസ്സിൽ നമുക്ക് അത്രത്തോളം സന്തോഷമുള്ളപ്പോഴാണ് നാം നൃത്തം ചെയ്യുന്നത്. ദുഃഖിച്ചിരിക്കുന്ന ഒരു മനുഷ്യന് നൃത്തം ചെയ്യുവാൻ പറ്റത്തില്ല. അത് സാങ്കല്പികമല്ല, അത് യാഥാർത്ഥ്യമായി അല്ലെങ്കിൽ അവൻ്റെ ഹൃദയത്തിൽ നിന്ന് പുറത്ത് അവൻ ആഗ്രഹിക്കുന്ന പോലെ
ഒരു നൃത്തരൂപത്തിൽ പുറത്തു വരണമെങ്കിൽ അതിന് നിശ്ചയമായും അവൻ്റെ ഉള്ളിൽ സന്തോഷം അലയടിക്കണം. ഇതാ ദാവീദ് പറയുന്നു, നീ എൻ്റെ വിലാപത്തെ എനിക്ക് നൃത്തമാക്കി തീർത്തു. അടുത്തത് പറയുന്നു, നീ എൻ്റെ രട്ട് അഴിച്ച് എൻ്റെ സന്തോഷം ഉടുപ്പിച്ചിരിക്കുന്നു. രട്ട് എന്ന് പറയുന്നത് ദുഃഖത്തിൻ്റെ പ്രതീകമാണ്. കരഞ്ഞും നിലവിളിച്ചും കൊണ്ടിരിക്കുമ്പോൾ ആരും ഒരിക്കലും നല്ല വസ്ത്രം ധരിക്കാറില്ല. എന്നാൽ നമുക്കൊരു സന്തോഷം വരുമ്പോൾ, ഒരു ആനന്ദത്തിൻ്റെയും ഉല്ലാസത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും അവസരം വരുമ്പോൾ ഏറ്റവും നല്ല വസ്ത്രം ധരിക്കുക, സന്തോഷപ്രദമായ രീതിയിൽ നാം തുള്ളിച്ചാടുക, മറ്റുള്ളവരുമായി നമ്മുടെ സന്തോഷം പങ്കുവെക്കുക, അതൊക്കെ നമുക്ക് സന്തോഷം വരുമ്പോൾ ഉണ്ടാകുന്ന പ്രകടനമാണ്. സ്തോത്രം. നാം കണ്ടിട്ടില്ലേ ഈ ആളുകളൊക്കെ അവരുടെ പെരുന്നാളുകൾ, ഉത്സവവേളകളിൽ പുതിയ പുതിയ വസ്ത്രം ധരിക്കുന്നത്? എന്താ കാരണം? ആ അവസരങ്ങൾ അവരെ സംബന്ധിച്ച് അത് സന്തോഷിക്കേണ്ട അവസരമാണ്. ആ സന്ദർഭത്തിൽ അവർ ഏറ്റവും പുതിയ വസ്ത്രങ്ങൾ, നല്ല വസ്ത്രങ്ങൾ ഒക്കെ ധരിച്ച് തുള്ളിച്ചാടി നടക്കും. അപ്പം എന്ന് പറഞ്ഞതുപോലെ നമ്മുടെ ജീവിതത്തിലും എന്നും അങ്ങ് ദുഃഖം മാത്രമായിരിക്കത്തില്ല. ആ ദുഃഖത്തിനൊരു അവസാനമുണ്ട്. ആ ദുഃഖം മാറിക്കഴിയുമ്പോൾ നാമും തുള്ളിച്ചാടും. എൻ്റെ ഈ മെസ്സേജ് കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് ഞാൻ പറയട്ടെ, ഇതുവരെ ചിലപ്പോൾ ദുഃഖവും കണ്ണുനീരും വേദനയുമൊക്കെ ആയിരുന്നെങ്കിലും ഇതാ തുള്ളിച്ചാടാൻ, സന്തോഷിക്കുവാൻ ഒരവസരം ഇതാ നമ്മുടെ അടുക്കലേക്ക് വരികയായി. ദൈവത്തിന് സ്തോത്രം. അത് ചിലപ്പോൾ നാം ചിന്തിക്കുന്നതിനേക്കാൾ അപ്പുറമായി അനുഗ്രഹിക്കപ്പെട്ട ഒരു അനുഭവമായിരിക്കാം. എന്നോട് ദൈവം എന്താണ് ഇങ്ങനെ കാണിക്കുന്നത്, എനിക്കൊരു മറുപടി തരാത്തത് എന്താണെന്ന് ചോദിച്ച് വെറുതെ ദൈവത്തെ കോപിപ്പിക്കരുതെന്നാണ് എനിക്ക് പ്രിയപ്പെട്ടവരോട് പറയുവാനുള്ളത്. നിങ്ങൾ പിറുപിറുക്കരുത്, നിങ്ങൾ നിരാശപ്പെടരുത്, നിങ്ങൾ പിന്മാറ്റത്തിലേക്ക് പോകരുത്, ദൈവത്തോട് ചോദ്യം ചോദിക്കരുത്. ദൈവം നമുക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിക്കും. ഇന്നല്ലെങ്കിൽ നാളെ ദൈവം എനിക്ക് വേണ്ടി ഏറ്റവും ശ്രേഷ്ഠമായ നിലയിൽ വൻ കാര്യങ്ങളെ പ്രവർത്തിക്കുമെന്ന് ഹൃദയം കൊണ്ട് വിശ്വസിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ സന്നിധിയിൽ നന്ദിയോടെ കാത്തിരിക്കുക. നിശ്ചയമായ ഒരു മറുപടിയുണ്ട്. ഈ ദൈവവചനം നിരാശയോടിരിക്കുന്ന, പ്രയാസത്തോടിരിക്കുന്ന, കണ്ണുനീരോടിരിക്കുന്ന പ്രിയപ്പെട്ടവരെ ആശ്വസിപ്പിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ കണ്ണുനീരൊക്കെ മാറും പ്രിയപ്പെട്ടവരെ. നമുക്കൊരു സന്തോഷത്തിൻ്റെ ദിവസമുണ്ട്. നമുക്ക് ആമേൻ ഉല്ലസിച്ച് ഘോഷിക്കുവാൻ, നന്നായി സന്തോഷിക്കുവാൻ, പാട്ടുപാടുവാൻ, തുള്ളിച്ചാടുവാൻ, ഡാൻസ് കളിക്കുവാൻ ഒക്കെ ഇതാ അവസരം ലഭിക്കും. അതിനുവേണ്ടി അവസരങ്ങൾ ഒരുക്കിക്കൊണ്ടിരിക്കുന്നു. ഈ വചനം ഓരോ പ്രിയപ്പെട്ടവരെയും അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കരിസ്മ പ്രയർ മിനിസ്ട്രി നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി എപ്പോഴും പ്രാർത്ഥിക്കുന്നുണ്ട്. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ ഞങ്ങൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നു. അതിനുവേണ്ടി ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. വേഗം തന്നെ അതിന് നിങ്ങൾക്കൊരു മറുപടി ലഭിക്കും. കർത്താവ് എല്ലാവരും സഹായിക്കട്ടെ. ഗോഡ് ബ്ലസ് യു. ഞങ്ങളുടെ വീഡിയോ ശ്രദ്ധിച്ചതിന് നന്ദി. ദൈവം എല്ലാവരും അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു. താങ്ക് യു ഓൾ.